ഇസ്രായേലിന്റെ കടുംപിടുത്തം, അതിക്രൂര വംശഹത്യ, പലസ്തീൻ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാക്കുമെന്നുള്ള ഉഗ്രശപഥം. അങ്ങനെ ഗാസ യുദ്ധത്തിന്റെ രൂക്ഷത നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. അടുത്ത കാലത്തൊന്നും യുദ്ധം തീരില്ല എന്നു തന്നെ ലോകമാകെ കരുതി. ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദൈന്യമുഖവും രോദനങ്ങളും ലോക സമൂഹത്തെ അടിമുടി ഉലച്ചുകൊണ്ടിരുന്നു. അപ്പോഴും വംശീയ ഉന്മൂലനം എന്ന ഒറ്റ മന്ത്രവുമായി നിൽക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും. ഇതിനിടയിൽ ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഖത്തറും ഈജിപ്തും അമേരിക്കയും അടക്കം മധ്യസ്ഥ ശ്രമങ്ങളുമായി ചർച്ചകളിൽ നിറഞ്ഞതോടെ ഇസ്രായേലും വഴങ്ങി. ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലടക്കം ഒറ്റപ്പെട്ടതോടെ ഇസ്രായേലിനെ സമാധാന കരാർ അംഗീകരിക്കുകയല്ലാതെ മറ്റ് നിർവാഹമുണ്ടായിരുന്നില്ല. ഇതര രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പ് അടക്കം സാമ്പത്തിക ഉപരോധമടക്കം പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ ശരിക്കും ഒറ്റപ്പെട്ടുപോയി. ഒടുവിലിതാ ഗാസ മുനമ്പിൽ സമാധാനത്തിന്റെ വെള്ളപ്രാവുകൾ പാറിപ്പറന്നു തുടങ്ങി. 2 വർഷം, കൃത്യമായി പറഞ്ഞാൽ 731 ദിവസത്തോളം നീണ്ട യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിച്ച ഒട്ടേറെ ഘടകങ്ങളുണ്ട്. 1-2 തവണ ഈജിപ്തും ഖത്തറും അടക്കം ചർച്ച ചെയ്ത് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ വഴുതിപ്പോയെങ്കിലും ഇത്തവണ അവർക്ക് വഴുതിപ്പോകാനാകുമായിരുന്നില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലും ഒരേ സമയം പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും മേഖലയിലെ അറബ് രാജ്യങ്ങൾക്ക് കൂടി താൽപ്പര്യവും പങ്കാളിത്തവുമുള്ള ഒരു സമാധാന പദ്ധതിയാണ് ഒടുവിൽ ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിലേക്ക് ഹമാസിനെ മാത്രമല്ല ഇസ്രായേലിനെയും കൊണ്ടുവന്ന് കാര്യങ്ങൾ സമ്മതിപ്പിക്കുന്നതിൽ ട്രംപ് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവും സമാധാന കരാർ വേഗത്തിലാക്കുന്നതിന് ഒരു കാരണമായി. ഇതിനെല്ലാം പുറമെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിലുള്ള ജനകീയതയും ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ട്രംപിനെ കണ്ട് ബന്ദിമോചനത്തിന് ഇടപെടാൻ അഭ്യർത്ഥിച്ചതും. സെപ്റ്റംബർ 9 ദോഹ ആക്രമണം, അതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയത്. ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ തീർത്തും ഒറ്റപ്പെട്ടു. ദോഹ ആക്രമണത്തെ ഉറ്റ സഖ്യകക്ഷിയായ അമേരിക്ക പോലും തള്ളിപ്പറഞ്ഞതോടെ ഒരു വേള ആക്രമണം വേണ്ടിയിരുന്നോ എന്ന് പോലും ഇസ്രായേൽ ചിന്തിച്ചു കാണും. ഖത്തർ പോലെ ഗാസ വെടിനിർത്തലിന് മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നുകയറിയുള്ള ആക്രമണം അത്രയ്ക്ക് അവരെ ഉലച്ചു കളഞ്ഞുവെന്ന് സാരം. ഇതിന് പിന്നാലെ സെപ്റ്റംബർ 22-23 തീയതികളിലായി നടന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഇസ്രായേൽ ശരിക്കും ഒറ്റപ്പെട്ടു. UN സമ്മേളനം കഴിഞ്ഞ് നെതന്യാഹു ട്രംപിനെ കണ്ടതും ഖത്തറിനെ വിളിച്ച് ക്ഷമാപണം നടത്തിയതും എല്ലാം പിന്നീട് നടന്ന സംഭവങ്ങൾ. ഒരർത്ഥത്തിൽ ട്രംപ് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഗാസയിൽ ഇന്ന് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന സമാധാന പുലരിയിലേക്ക് നയിച്ചത്. ഗാസയിലെ യുദ്ധം നിർത്തി ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലടക്കം വലിയ റാലികൾ നടന്നതാണ്. ട്രംപിനെ വിളിക്കൂ, ബന്ദികളെ മോചിപ്പിക്കൂ എന്നായിരുന്നു ഈ റാലികളിലെ മുദ്രാവാക്യം പോലും. ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിനിധി സംഘം വൈറ്റ് ഹൗസിലെത്തിയും ട്രംപിനോട് ഇക്കാര്യം അഭ്യർത്ഥിച്ചു. ഇസ്രായേലിൽ താൻ നെതന്യാഹുവിനേക്കാൾ ജനകീയനാണ് എന്ന ട്രംപിന്റെ ധാരണയും അധികാരമേറ്റാൽ ഗാസ യുദ്ധം മണിക്കൂറുകൾക്കകം അവസാനിപ്പിക്കുമെന്ന അദ്ദേഹത്തിന്റെ പഴയ വാക്കും പശ്ചിമേഷ്യയിലെ സമാധാന ശില്പിയുടെ റോൾ അങ്ങനെ ട്രംപ് സ്വയം എടുത്തണിഞ്ഞു. പലസ്തീൻ വിഷയത്തിൽ എന്നും ഇസ്രായേലിനൊപ്പം നിന്നിട്ടുള്ള ട്രംപിന്റെ ഈ നിലപാട് തന്നെയാണ് സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും യാഥാർത്ഥ്യമാവാൻ അനുവദിക്കില്ല എന്ന ഇസ്രായേൽ നിലപാട് UN-ലും സ്വീകരിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടനെ പരസ്യമായി വിമർശിക്കുക കൂടി ചെയ്തു. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അടക്കമുള്ളവർക്ക് UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിസ നിഷേധിച്ചും എതിർപ്പ് പ്രകടമാക്കിയ ട്രംപ് തന്നെയാണ് സമാധാന ശില്പിയുടെ റോൾ എടുത്തണിഞ്ഞ് ഇന്നത്തെ സമാധാന കരാറിലേക്ക് വഴിതെളിച്ചത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നയതന്ത്ര വിജയമാണ്. അറബ് ലോകത്ത് US-നുള്ള മേധാവിത്വം തുടരാൻ മാത്രമല്ല, ഇസ്രായേൽ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് താനെന്ന് പ്രതിച്ഛായ സൃഷ്ടിക്കാനും ഇതുവഴി ട്രംപിന് സാധിച്ചു. സെപ്റ്റംബർ 29 നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് ആക്രമണത്തിൽ ഖേദമറിയിച്ചതും അന്നുതന്നെ സമാധാന പദ്ധതി അവതരിപ്പിച്ചതും ട്രംപിന്റെ വിജയമായി. ഇതിനുശേഷമാണ് ഇസ്രായേൽ കരാർ അംഗീകരിച്ചതും മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ കെയ്റോയിലെ ഷറം അൽ ഷെയ്ഖിൽ കളമൊരുങ്ങിയതും. ട്രംപിന്റെ 20 സമാധാന നിർദ്ദേശങ്ങൾ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതോടെ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു. ഒക്ടോബർ 5-നകം തീരുമാനം അറിയിക്കണമെന്ന് ഹമാസിന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഒക്ടോബർ 3-നാണ് ഹമാസ് ഇത് സംബന്ധിച്ച ആദ്യ പ്രസ്താവന നടത്തിയത്.
ബന്ദിമോചനം, ഗാസ ഭരണത്തിൽ ട്രംപിന്റെ നിർദ്ദേശം എന്നിവയിൽ ഹമാസ് അർദ്ധസമ്മതം മൂളി. ഒപ്പം ഹമാസിന്റെ നിരായുധീകരണം അടക്കം പല നിർദ്ദേശങ്ങളിലും വിശദമായ ചർച്ച വേണമെന്നുമായി. ഇതെല്ലാം കൂട്ടായ ചർച്ചയിലേക്ക് വഴിതെളിച്ചു. അങ്ങനെ ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി. സെപ്റ്റംബർ 9 ദോഹ ആക്രമണവും തുടർന്നുണ്ടായ പ്രതികരണങ്ങളും ശരിക്കും ഒറ്റപ്പെടുത്തിയത് ഇസ്രായേലിനെയായിരുന്നു. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലും പ്രതിഫലിച്ചതാണ്. ഇസ്രായേലിനോടുള്ള പ്രതിഷേധം പലസ്തീൻ ഐക്യദാർഢ്യമായി പ്രകടിപ്പിക്കാനാണ് അവിടെ അംഗരാജ്യങ്ങൾ ശ്രമിച്ചത്. ഫ്രാൻസ്, ലക്സംബർഗ്, മാൾട്ട, മൊണോക്കോ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതായി യുഎന്നിൽ പ്രഖ്യാപിച്ചു. 193 അംഗരാജ്യങ്ങളിൽ 157 അഥവാ 81% രാഷ്ട്രങ്ങളും പലസ്തീനെ അംഗീകരിക്കുന്നു എന്ന് വന്നതോടെ ഈ വലിയ സംഖ്യയെ ഇസ്രായേലിനും സഖ്യകക്ഷിയായ യുഎസിനും അവഗണിക്കാനാകുമായിരുന്നില്ല. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ വേണമെന്ന് പറയാൻ ട്രംപിനെ നിർബന്ധിതനാക്കിയതും യുഎന്നിൽ അംഗരാജ്യങ്ങൾ എടുത്ത നിലപാടാണ് എന്ന് പറയാം. പലസ്തീൻ വിഷയത്തിൽ ട്രംപിന് എന്തെങ്കിലും അനുഭാവപൂർണമായ നയം ഒരു കാലത്തുമില്ല. ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെച്ച ആയുധങ്ങളും സഹായങ്ങളും കൂടി ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇസ്രായേലിന് നൽകിയതും ട്രംപിന് ഇസ്രായേലിനോടുള്ള കൂറ് വെളിവാക്കുന്നതായിരുന്നു. ജനുവരിയിൽ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയെ കടലോര റിസോർട്ടാക്കി മാറ്റാനുള്ള പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഗാസയിലെ മുഴുവൻ പലസ്തീൻകാരെയും അയൽ അറബ് രാജ്യങ്ങളായ ജോർദാനിലും ഈജിപ്തിലും പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു ട്രംപ് ആദ്യം മുന്നോട്ട് വെച്ച പദ്ധതി. ഇസ്രായേലിന് മാത്രം താല്പര്യമുള്ള ഈ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ശക്തമായി എതിർത്തതോടെ ട്രംപിന് പിന്മാറേണ്ടി വന്നുവെങ്കിലും പദ്ധതി ഉപേക്ഷിച്ചുവെന്ന് കരുതാനാകില്ല. കാരണം യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം ഒരു വലിയ പദ്ധതിയാണ്. അത് നിയന്ത്രിക്കുന്നത് ടോണി ബ്ലെയർ നയിക്കുന്ന രാജ്യാന്തര കൗൺസിൽ എന്ന ഭരണ സംവിധാനമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ട്രംപിന്റെ നിയന്ത്രണത്തിലായിരിക്കും അതെന്ന് സാരം. ശേഷം സംഭവിക്കുന്നത് എന്തെന്ന് കാത്തിരുന്ന് കാണണം.